പുരാതന കാലം മുതലേ കൃഷിയെ കർഷകർ സംഘകൃഷിയായാണ് കണ്ടുപോന്നിട്ടുള്ളത്. കൂട്ടായ കൃഷി രീതികളിലൂടെയും കൃഷി പരീക്ഷണങ്ങളിലൂടെയും വ്യത്യസ്തമായൊരു കാർഷിക സംസ്കാരം തന്നെ കരുപിടിപ്പിച്ചാണ് മലയാളി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വിത്തിറക്കലും വിളവെടുപ്പുമെല്ലാം കൂട്ടത്തോടെ ഉത്സവങ്ങളായി തന്നെ ആഘോഷിച്ചു പോയിരുന്നു. കാലചക്രത്തിൽ ഗ്രാമങ്ങൾ നഗരങ്ങളായി രൂപാന്തരം പ്രാപിച്ചപ്പോൾ കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി പരിണമിച്ചു. ഇത് കൃഷിയിലും പ്രകടമായി. കൃഷിഭൂമികൾ തുണ്ടുതുണ്ടുകളായി വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ കൃഷി ഉത്പാദനത്തെയും അത് സാരമായി ബാധിച്ചു. ആധുനിക കൃഷി പരീക്ഷണങ്ങളും അനുഭവങ്ങളും വീണ്ടും കൂട്ടായുള്ള കൃഷിയിലേക്ക് തിരിയേണ്ടതിന്റെ ആവശ്യകതയെ ഉദ്ഘോഷിച്ചപ്പോൾ കൂട്ടുകൃഷി സംസ്കാരത്തിലേക്ക് മലയാളികൾ പുതുപ്രതീക്ഷയോടെ വീണ്ടും എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയുടെ വടക്കേയറ്റത്തെ ചാലങ്കോണം കിഴക്കനേല ഗ്രാമം ഇങ്ങനെ കൂട്ടുകൃഷിയിലൂടെ പുതിയ കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. റിട്ടയർഡ് അധ്യാപകരും വിമുക്ത ഭടന്മാരും പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയവരുമടങ്ങുന്ന വലിയൊരു ജനവിഭാഗം തങ്ങളുടെ തുടർന്നുള്ള കാലം എങ്ങനെ ക്രിയാത്മകമായി വിനിയോഗിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഈ പുതുപരീക്ഷണത്തിൽ എത്തിച്ചേർന്നത്. ഇങ്ങനെയുള്ള 32 പേർ മടവൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഒന്നിച്ചപ്പോൾ ഉയിർക്കൊണ്ടതാണ് കിഴക്കനേല പാടശേഖര സമിതി. തങ്ങളുടെ കൈവശമുള്ള ഉപയോഗശൂന്യമായ തരിശുനിലങ്ങൾ ഒന്നിപ്പിച്ചപ്പോൾ 16 ഹെക്ടറോളം തരിശുനിലങ്ങൾ കണ്ടെടുക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ശരിക്കും ഒരു കാർഷിക മേഖലയാണ് മടവൂര്. ജോലി നോക്കുന്നവരും റിട്ടയറായ ജീവിതത്തിൽ തിരിച്ച് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇതിൽ പങ്കാളിത്തം കാണിക്കുന്നുണ്ട്. നെൽകൃഷി ആദ്യം വിള 6 ഹെക്ടർ ഉമ വിത്ത് കൃഷി ചെയ്യുന്നുണ്ട്. രണ്ടാം വിള 10 ഹെക്ടറോളം അതും ഉമ നെൽകൃഷി ചെയ്യുന്നുണ്ട്. വാഴ 5 ഹെക്ടർ ചെയ്യുന്നുണ്ട്. ബാക്കി കിഴങ്ങ് പച്ചക്കറിയൊക്കെ ആയിട്ട് പല മിശ്രിത വിളകളും ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഇവിടെ സ്കീംസ് പഞ്ചായത്ത് വഴി ജനകീയാസൂത്രണ പദ്ധതി വഴിയും ഡിപ്പാർട്ട്മെന്റ് സ്കീം സസ്റ്റൈനബിൾ RKBY സ്കീംസ് മുഖേന സബ്സിഡിയും ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. കൃഷിഭവനിലെ നെൽകൃഷിക്കുള്ള പദ്ധതികളും ജനകീയാസൂത്രണം വഴി വിത്തും വളവും എല്ലാം എത്തിക്കുന്നുണ്ട്. ഉൽപാദന ബോണസ് 1-ാം വിളയ്ക്കും 2-ാം വിളയ്ക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ കർഷകർ ജൈവപരമായിട്ട് കൃഷിയിൽ അധികം താല്പര്യം കാണിക്കുന്നുണ്ട്. കീട ആക്രമണം ഈ ലൊക്കാലിറ്റിയിൽ കുറവാണ്. പിന്നെ കൃഷിഭവനിലെ ഫീൽഡ് സ്റ്റാഫും ആത്മയിലെ ഫീൽഡ് സ്റ്റാഫും നിരന്തരം കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് സമയാസമയത്തിന് വിത്തും വളവും എത്തിക്കുന്നുണ്ട്. മടവൂർ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹായത്തോടെ 2 ഘട്ടമായാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. 6 ഹെക്ടർ നിലം തരംതിരിച്ച് 1-ാം ഘട്ടമായും 10 ഹെക്ടർ നിലത്തിൽ 2-ാം ഘട്ടമായും കൃഷി ഇറക്കിയിരിക്കുന്നു. ഇവിടെ നെൽകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അധികവും പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നവരും പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു വന്നവരും അധ്യാപകരായി വിരമിച്ചവരും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായാണ് അധികം കർഷകരും. കൃഷി രീതിയിലേക്ക് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് യന്ത്രങ്ങളും കാർഷിക ഉപകരണങ്ങളും കൂട്ടുമിഷ്യൻ ടില്ലർ ട്രാക്ടർ എന്നിവയ്ക്ക് പുറമെ അവയോടൊപ്പം കന്നുകാലികളെയും ഉപയോഗിച്ച് വരുന്നു. യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിലം ഉഴുകയും കന്നുകാലികളെ ഉപയോഗിച്ച് നിലം നിരപ്പാക്കുകയും ചെയ്തു വരികയാണ്. ആധുനികവും പരമ്പരാഗതവുമായ രീതിയെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാർഷിക രീതിയാണ് ഇവിടെ നടന്നു വരുന്നത്. അതുപോലെ തന്നെ കൃഷിക്ക് ജൈവവളങ്ങൾ അടിസ്ഥാന വളമായിട്ട് ഉപയോഗിക്കുകയും തുടർന്ന് രാസവളവും ഉപയോഗിക്കുന്നുണ്ട്. ജൈവ രാസവള സമ്മിശ്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കൃഷിക്ക് ഉപയോഗിച്ച് വരുന്ന വിത്തിനങ്ങൾ പ്രധാനമായും ഉമ, ജ്യോതി, അതുപോലെ തന്നെ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണപ്രഭ, കാഞ്ചന എന്നിവയും കൂടാതെ നാട്ടിൽ ലഭ്യമായ പ്രത്യാശ എന്നീ വിത്തിനങ്ങളാണ്
ഉപയോഗിച്ചു വരുന്നത്. ഇവയെല്ലാം തന്നെ അത്യുൽപാദന ശേഷിയുള്ള നെൽ വിത്തുകളാണ്. കൃഷിയിൽ വളരെയേറെ താല്പര്യമുള്ള ഈ കർഷകരുടെ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെയുണ്ട്. ഈ കൂട്ടായ്മ കൊണ്ട് കൃഷിയെ അവർക്ക് വളരെ കൂടുതൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. മാത്രവുമല്ല, പ്രകൃതിദത്തമായ ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാണ്. പ്രകൃതിദത്തമായ തോടുകളും നീർച്ചാലുകളും ജലസേചന സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസേചനത്തിന് വളരെ സൗകര്യമുള്ളതാണ് ഈ പാടശേഖരങ്ങൾ. അത്യുൽപാദന ശേഷിയുള്ള ഉമ, ജ്യോതി നെൽവിത്തിനങ്ങൾ, നാടൻ ഇനമായ പ്രത്യാശ, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ സ്വർണ്ണപ്രഭ, കാഞ്ചന തുടങ്ങിയ വിത്തിനങ്ങളെല്ലാം തന്നെ ഈ കർഷകർ മാറി മാറി പരീക്ഷിച്ചു വരുന്നു. മടവൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർമാരുടെ ഉപദേശ നിർദ്ദേശങ്ങളും കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹായവും കൂടി ചേർന്നപ്പോൾ കൃഷി വൻ വിജയമായി തീർന്നു. കൃഷിഭവനിന്റെ ഇതിനകത്ത് പ്രധാനമായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് സ്കീമുകളും പഞ്ചായത്ത് സ്കീമുകളും യഥാസമയം കർഷകരുടെ കൂട്ടായ്മ പരിഗണിച്ച് പാടശേഖരങ്ങളുടെ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി പാടശേഖര സമിതിക്ക് നമ്മൾ അതാത് സമയങ്ങളിലുള്ള കാർഷിക വിജ്ഞാന വ്യാപന മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാടശേഖരത്തിൽ കൃഷി ഇറക്കുകയും അതിൻ്റെ റിസൾട്ട് നമ്മൾ അനുഭവിച്ചു വരുന്നതാണ്. പരമ്പരാഗത കർഷകർക്ക് പുറമെ യുവജനങ്ങളും JLG ഗ്രൂപ്പുകളും പിന്നെ പാടശേഖര സമിതിയെ സഹായിക്കുന്നുണ്ട്. ഇന്ന് ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പരമാവധി കർഷകരും കൃഷിഭവന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി ഈ മേഖലയിൽ നല്ല രീതിയിലുള്ള കൃഷിയാണ് നടത്തി വരുന്നത്. പിന്നെ പഞ്ചായത്തിന് ആനുകൂല്യത്തെ പറ്റി പറയുകയാണെങ്കിൽ വിത്തും 2 സീസണിലും സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. കൂലിച്ചെലവുകളും അവർ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന സ്കീമിലും RKVY എന്ന പദ്ധതിയിലും ഈ സ്കീം നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആനുകൂല്യവും അവർക്ക് പേയ്മെൻറ്റ് സംവിധാനം വഴിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ സുതാര്യമായി ഈ സാമ്പത്തികം എത്തിച്ചേരുന്നു. അത് കർഷകർക്ക് ഒരു വളരെ നല്ലതാണ്. പരമ്പരാഗത രീതികളും ശാസ്ത്രീയ രീതികളും ഇടകലർത്തിയുള്ള കൃഷി പരീക്ഷണങ്ങളാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. കൃഷിയുടെ ആദ്യഘട്ടത്തിൽ ജൈവവളങ്ങൾ ധാരാളം നൽകുന്നു. 2ാം ഘട്ടമാകുമ്പോൾ രാസ ജൈവവളങ്ങൾ ഒന്നിച്ച് പ്രയോഗിക്കുന്നു. നിലമുഴുതൊരുക്കുന്നതും പരമ്പരാഗത രീതിയിൽ കാളകളെ ഉപയോഗിച്ചാണ്. കൂട്ടായി തന്നെയാണ് വിത്തിറക്കുന്നതും വിളവെടുപ്പ് നടത്തുന്നതും. ഇതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൃഷിഭവൻ മുഖേനയും പഞ്ചായത്ത് മുഖേനയും ഒക്കെ കിട്ടുന്നുണ്ട്. കൃഷിഭവനിൽ നിന്ന് ഈ ഉൽപ്പാദന ബോണസായിട്ട് ചെറിയ തുകകൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ പഞ്ചായത്തിൽ നിന്നും കൃഷി ഇനത്തിൽ ചിലവ് ഇനത്തിൽ അതിൻ്റെ സബ്സിഡിയായിട്ട് ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഓരോ സമയാസമയങ്ങളിൽ ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. വിളവെടുപ്പ് നടത്തിയ ശേഷം സ്വന്തം നിലങ്ങളിൽ കർഷകർ അവരവർക്കിഷ്ടമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലും പേർ പയർ കൃഷിയാണ് ചെയ്യാറുള്ളത്. മണ്ണിൽ നൈട്രജന്റെ അളവ് നിലനിർത്താനും അടുത്ത ഘട്ടത്തിലെ കൃഷിയെ പരിപോഷിപ്പിക്കാനും പയർ കൃഷിയാണ് ഏറ്റവും ഉത്തമമെന്നതിന്റെ സാക്ഷ്യപത്രങ്ങളാണ് ഈ കർഷകർ. മടവൂർ കൃഷിഭവനിലെ കിഴക്കനേല പാടശേഖരത്തിലെ 32ഓളം കർഷകരെ ആത്മയിലെ ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പായി ബ്ലോക്ക് തലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. 2014-15 വർഷത്തിൽ മടവൂർ കൃഷിഭവൻ പരിധിയിൽ ഫാർമർ ഫീൽഡ് സ്കൂളായി അറുകാഞ്ചിരം പാടശേഖരത്തെ 25ഓളം കർഷകരെയാണ് എടുത്തു ചെയ്തു വന്നത്. ഈ കിഴക്കനേല പാടശേഖരത്തിൽ നിന്നുള്ള ഫാർമേഴ്സിനെ കൂടി അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പരിശീലന പരിപാടികൾ നടന്നത്. 6 ദിവസങ്ങളായുള്ള 12 ക്ലാസ്സുകളായാണ് ഫാം ഫീൽഡ് സ്കൂള് മടവൂർ കൃഷിഭവൻ പരിധിയിൽ സംഘടിപ്പിച്ചു വന്നത്. ഈ വരും വർഷങ്ങളിലും ഇവിടെ ആത്മയുടെ ട്രെയിനിങ്ങുകളും പ്രദർശനത്തോട്ടങ്ങളും ഫാം ഫീൽഡ് സ്കൂളുകളും ഒക്കെ നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ വിവിധയിനം വാഴക്കൃഷി, മരച്ചീനി, ചേന, ചേമ്പ്, പച്ചക്കറികൾ തുടങ്ങി മറ്റ് കൃഷികളും ഇവർ ചെയ്തു പോരുന്നുണ്ട്. ഓട്ടോ ടാക്സി ഡ്രൈവറായ വിഷ്ണു മുതൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചെത്തിയ
രാജേന്ദ്രൻ വരെ നീളുന്നതാണ് ഈ കർഷക കൂട്ടായ്മ. ഞാൻ കൃഷി കാര്യങ്ങളായിട്ട് സംബന്ധിച്ച് നിൽക്കുകയാണ്. ഓട്ടോ ടാക്സി വണ്ടി ഓട്ടിക്കുകയാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ കൃഷിക്ക് കാര്യങ്ങൾക്ക് ഇറങ്ങുകയാണ്. ഓരോ കാര്യത്തിനും കൃഷിയായിട്ടാണ് എനിക്ക് കൂടുതലും താല്പര്യം. മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതലും താല്പര്യം കൃഷിയാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ രാജേന്ദ്രൻ റബ്ബർ നിലം വാങ്ങി റബ്ബർ മുറിച്ചുമാറ്റി മണ്ണുമാന്തി യന്ത്രത്തിന് സഹായത്താൽ നിലം ഉഴുതൊരുക്കിയാണ് കൃഷിയിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് ഈ കൃഷിഭൂമിയിൽ നിരയിട്ട് നിൽക്കുന്നത് പൂവൻ, ഏത്തൻ, കപ്പ, രസകദളി തുടങ്ങി വിവിധ ഇനം വാഴകളാണ്. നിലമുഴുതൊരുക്കി തടം പിടിച്ച മണ്ണിൽ പാരമ്പര്യ ശാസ്ത്രീയ മുറകൾ ഇടകലർത്തിയാണ് ഇവിടെ വാഴകൃഷി ചെയ്തിട്ടുള്ളത്. മടവൂർ കൃഷിഭവന്റെ ഉപദേശങ്ങളും സഹായങ്ങളും ഈ കൃഷിയെ പരിപോഷിപ്പിച്ചു വരുന്നു. 10-18 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. അവിടെ നിന്ന് ഇപ്പം മതിയാക്കി നാട്ടിൽ വന്ന് കുറച്ച് വസ്തുവൊക്കെ വാങ്ങി ഇങ്ങനെ കൃഷിയിലോട്ട് താല്പര്യം തോന്നിയത് ചെയ്തു. വാഴയുണ്ട്, മരത്തടി, ചേന, ചേമ്പ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ അതെല്ലാം ഉണ്ട്. ജൈവവളം ആദ്യം ഈ ചാണകം വാങ്ങി അത് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാസവളമാണ് ഇത്. ഫസ്റ്റ് വളം പിന്നെ എല്ലുപൊടി അത് ഉപയോഗിക്കും. കയറുകളിൽ കെട്ടിയാണ് വാഴയ്ക്ക് താങ്ങ് നൽകിയിട്ടുള്ളത്. ഇടവിളയായി ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. രാജേന്ദ്രന്റെ കൃഷിരീതികൾ അധികവും കിഴക്കനേല പാടശേഖര സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്നവയാണ്. 32 കർഷകരാണ് ഈ പാടശേഖര സമിതിക്ക് ചുക്കാൻ പിടിക്കുന്നതെങ്കിലും ഈ ഗ്രാമം മുഴുവനും ഈ കൃഷിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് തരിശുനിലങ്ങൾ കൃഷിനിലങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കിഴക്കനേല പാടശേഖരത്തിൻ്റെ ഒരു ചെറിയൊരു പ്രദേശം മാത്രമാണ് കർഷകർ ഈ കൂട്ടായ്മയിലൂടെ കൃഷി ചെയ്തു വരുന്നത്. ഈ പാടശേഖരത്തിൻ്റെ വലിയൊരു ഭാഗവും തരിശായി അവശേഷിക്കുകയാണ്. തരിശായി ഇട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഉള്ള പ്രദേശങ്ങൾ കരകൃഷിക്ക് അനുയോജ്യമാക്കിയിരിക്കുകയാണ്. കരകൃഷി അതായത് കപ്പ, വാഴ, തെങ്ങ്, കവുങ്ങ്, റബ്ബർ എന്നിവ നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ കൈയടക്കി വരികയാണ്. കൂടുതൽ ഭാഗവും ഇങ്ങനെയുള്ള കരകൃഷി ചെയ്തു വരികയാണ്. എന്നാൽ ഇത് ചെയ്യാത്ത പ്രദേശങ്ങൾ തരിശായി തന്നെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കർഷക കൂട്ടായ്മയിൽ കൂടുതൽ തരിശ് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നെൽകൃഷി ചെയ്യാനുള്ള പദ്ധതികൾ ഞങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. കൂടുതൽ പേരെ ആകർഷിക്കുകയും ഞങ്ങളെ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നതിന് തൊട്ടടുത്ത് തരിശായി കിടക്കുന്ന നിലങ്ങൾ അടുത്ത പ്രാവശ്യം അവരെ കൂടി ഉൾപ്പെടുത്തി കൃഷി ചെയ്തുകൊണ്ട് നെൽകൃഷി വ്യാപിപ്പിക്കുക എന്നൊരു പരിപാടിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പാരമ്പര്യവും ശാസ്ത്രീയവുമായ കൃഷിരീതികൾ കൃത്യമായി ഇടകലർത്തിക്കൊണ്ട് പുതുതലമുറ മുതൽ വയോവൃദ്ധർ വരെ ഈ കൃഷി സംസ്കാരത്തിന്റെ കണ്ണികളായി മാറുന്ന അത്ഭുതകരമായ അനുഭവവും കാഴ്ചകളുമാണ് ഈ ഗ്രാമത്തിന് കേരളത്തിന്റെ കർഷക സമൂഹത്തോട് പറയാനുള്ളത്. ഇവരുടെ മാതൃകാപരമായ കാർഷിക പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും കേരളത്തിന്റെ കാർഷിക ഭദ്രതയ്ക്ക് മികച്ചൊരു മുതൽക്കൂട്ട് തന്നെയാണ്.